രോഗികളും വയോധികരുമായ മാതാപിതാക്കളുമായി അസുഖബാധിതയായ യുവതി സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. പെണ്ണുക്കര കോടുകുളഞ്ഞ് കിഴക്കേപ്പൊയ്കയിൽ വീട്ടിൽ ലതിയുടെ കുടുംബമാണ് കാരുണ്യം തേടുന്നത്. ശരീരത്തിലെ രക്തധമനികൾ ചുരുങ്ങി ഹൃദയത്തിന്റെ പ്രവർത്തനം താറുമാറാക്കുന്ന ടക്കയാസു ആർട്ടിറ്റിസ് എന്ന രോഗമാണ് ലതികയെ പിടികൂടിയിരിക്കുന്നത്. 10 വർഷമായി ഇതിനായി ചികിത്സയിലാണ്. അച്ഛനും അമ്മയ്ക്കും രോഗങ്ങളുണ്ടെന്നും ലതി പറഞ്ഞു. എൻ്റെ കല്യാണം 2013 കഴിഞ്ഞതാണ്. ആണെങ്കിൽ അരൂർ സ്വദേശിയുമായിട്ടാണ് വിവാഹം. കക്ഷി ലഹരിയൊക്കെ ഉപയോഗിച്ച് DH സെൻറ്ററിൽ കഴിഞ്ഞിട്ടുള്ളതും നിരവധി കേസുകളിൽ പ്രതിയുമാണ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലായതാണ്. ഇപ്പോൾ 10 വർഷമായിട്ട് എനിക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്താൽ ഞാൻ ചികിത്സയിൽ കഴിയുകയാണ്. എനിക്ക് വാൽവിന് ലീക്കും ബ്ലോക്കും ഉണ്ട്. പിന്നെ ടക്കയാസു എന്ന് പറയുന്നൊരു അപൂർവമായൊരു അസുഖമുണ്ട്. പിന്നെ ചെവിക്ക്, കണ്ണിന് എല്ലാം വിഷയമാണ്. പിന്നെ എൻ്റെ ചെവിക്ക് കേൾവി കിട്ടുന്നതിന് ആവശ്യം ഒരു മെഷീനും വെക്കണം. ഞങ്ങൾക്ക് ഒരു മാസം തന്നെ മരുന്നിന് വലിയ തുക ആവശ്യമായി വരുന്നു. പലതവണ വാൽവ് മാറ്റിവയ്ക്കൽ സർജറിയുടെ ഡേറ്റ് തന്നതാണ്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അത് നീണ്ടു പോയിട്ടുള്ളതാണ്. ഏപ്രിൽ 18 ഡേറ്റ് ഫിക്സ് ചെയ്ത്, പക്ഷേ പൈസ ഇല്ലാഞ്ഞ കാരണം ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിൽ പോകുന്നതാണ്. എന്നാൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സർജറിക്ക് വാൽവ് മാറ്റിവയ്ക്കലിന് വേണ്ടി 1.5 ലക്ഷം രൂപ നമ്മൾ ഹോസ്പിറ്റലിൽ അടയ്ക്കണം. അതിനുശേഷം നമ്മൾ ഡിസ്ചാർജ് ആയതിനു ശേഷം ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് തന്നെ നമ്മൾ 1 മാസത്തോളം താമസിക്കുകയും ദിവസവും ഹോസ്പിറ്റലിൽ ചെല്ലുകയും വേണം. ഇതിനൊരു വലിയ തുക ആവശ്യമാണ്. എന്നാൽ ഇതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. ഇതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാത്തവരാണ്. അമ്മയ്ക്ക് കിഡ്നിക്കും ഹൃദയത്തിനും അസുഖമുണ്ട്. അമ്മയ്ക്ക് പരസഹായം ആവശ്യമാണ്. അച്ഛന് ഹൃദയത്തിന് അസുഖമുണ്ട്. അതുപോലെ തലച്ചോറിൽ എന്തോ ഒരു വിഷയമുണ്ട്. അതീവ ഗുരുതരമായ രോഗമാണിത്. കാഴ്ചക്കുറവും കേൾവിക്കുറവുമുണ്ട്. വാൽവ് മാറ്റിവയ്ക്കൽ സർജറിയും ബൈപ്പാസ് സർജറിയും ആവശ്യമാണ്. വലതു ചെവിയുടെ കർണപടത്തിന് സുഷിരമുണ്ട്. അതിന് സർജറി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടതു ചെവിക്ക് കേൾവി കിട്ടുന്നതിനാവശ്യമായ ഉപകരണം വയ്ക്കണം. നിലവിൽ കാർഡിയോളജി, റൂമറ്റോളജി, ന്യൂറോളജി, കണ്ണ്, ചെവി തുടങ്ങിയ വിഭാഗങ്ങളിലായാണ് ചികിത്സ. ഭാസ്കരന് നട്ടലിന് തേയ്മാനമാണ്. ഹൃദ്രോഗത്തിനും ചികിത്സയിലാണ്. പലരുടെയും കാരുണ്യം കൊണ്ടാണ് മരുന്ന് വാങ്ങുന്നത്. രോഗം കാരണം വലിയ പ്രയാസമാണ്. കൂലിപ്പണിയായിരുന്നുവെന്നും പിതാവ് ഭാസ്കരൻ പറഞ്ഞു. ഹാർട്ടിന് അസുഖം, നട്ടലിന് അസുഖം, തലച്ചോറിന് അസുഖം, ഇങ്ങനെ പലരും സഹായം കൊണ്ടാണ് ഞങ്ങൾ മരുന്ന് കഴിക്കുന്നതൊക്കെ. ഈ ഹാർട്ടിൻ്റെ അസുഖം, കിഡ്നിയുടെ അസുഖം, കർണനരമ്പ് പൊട്ടി ഇങ്ങനെ ചികിത്സയിൽ ഇരിക്കുകയാണ്. പലരും സഹായം കൊണ്ടാണ് ഞങ്ങൾ മരുന്ന് വാങ്ങി കഴിയുന്നത്. കൂലിപ്പണിയായിരുന്നു. ഇങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയായിരുന്നു. അമ്മ രാജമ്മയ്ക്ക് വൃക്കരോഗമാണ്. മൂവരും ചികിത്സയിലാണ്. കഴിഞ്ഞ ഏപ്രിൽ 8 നിശ്ചയിച്ചിരുന്ന ഹൃദയവാൽവ് ശസ്ത്രക്രിയ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പലതവണയായി മാറ്റിവെച്ചു. ഇതിനു മാത്രം 1.5 ലക്ഷം രൂപ വേണ്ടിവരുന്നു. തുടർ ചികിത്സയ്ക്ക് പണം വേറെ വേണം. ഇനി ശസ്ത്രക്രിയ നീട്ടിക്കൊണ്ടുപോകാനാകില്ല. ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടിയന്തര നിർദ്ദേശപ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ട്. നിലവിൽ പെണ്ണുക്കര നിന്നും വെൺമണി പഞ്ചായത്ത് 2-ാം വാർഡിൽ വാടക വീട്ടിലാണ് താമസം. ലതിക്ക് ഉടനെ ഓപ്പറേഷൻ വേണം. ഭീമമായ തുക ആവശ്യമുണ്ട്. സാമ്പത്തികമായി സഹായിക്കാൻ ആരുമില്ല. കുടുംബം വളരെ പ്രയാസത്തിലും പട്ടിണിയിലുമാണ്. നാട്ടുകാർ നൽകുന്ന സഹായം മാത്രമാണ് ഉള്ളതെന്നും വാർഡ് മെമ്പർ ബിന്ദു പറഞ്ഞു. എൻ്റെ വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണ് ലതിക. ലതികയ്ക്ക് ഹൃദയ സംബന്ധമായ രോഗമായിട്ട് കുറച്ച് നാളുകളായി. അടിയന്തിരമായിട്ട് ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ലതികയുടെ അച്ഛനും അമ്മയും രോഗികളാണ്. വേറെ മറ്റ് പറയത്തക്ക ബന്ധുക്കളൊന്നും സഹായത്തിനില്ല. ഇവർക്ക് ഓപ്പറേഷന് നല്ലൊരു തുക ഇവർക്കിപ്പോൾ അടിയന്തിരമായിട്ട് വേണ്ടതുണ്ട്. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ നമ്മൾ ഒരുപാട് വ്യക്തികളെയൊക്കെ സമീപിച്ചു. പക്ഷെങ്കിൽ കുറച്ച് ആളുകളിൽ നിന്നൊക്കെ സഹായങ്ങളൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഇപ്പം നിലവിൽ ഇവരുടെ ഓപ്പറേഷന് തികയത്തില്ല. ഭീമമായിട്ടുള്ളൊരു തുകയാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അടിയന്തിരമായിട്ട് ഈ കുട്ടിക്ക് ഓപ്പറേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ജീവന് പോലും ഭീഷണിയായിരിക്കും. അച്ഛനും രോഗിയാണ്, അമ്മയും രോഗിയാണ്. പറയത്തക്ക ബന്ധുമിത്രാദികളൊന്നും തന്നെ ഇല്ല. നിലവിൽ ഈ കുടുംബം കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളുടെയും മറ്റും സഹായം കൊണ്ടാണ്. നിലവിൽ ഈ കുടുംബം നിത്യവൃത്തി പോലും കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ദുരിതത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇവർക്കിന്നുള്ളത്. അപ്പോൾ അടിയന്തിരമായിട്ട് ഇവരുടെ ഓപ്പറേഷന് വേണ്ടുന്ന സാമ്പത്തിക സഹായം അത് എങ്ങനെയെങ്കിലും സാമ്പത്തികമായിട്ട്
സഹായിക്കാൻ സന്മനസ്സുള്ളവർ അതിന് മുമ്പോട്ട് വന്നാൽ ഈ ലതികയ്ക്ക് അതിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് ഏറ്റവും വലിയൊരു സഹായമാകും. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.